നമസ്കാരം. ദേ ഒരു അമ്പലക്കള്ളന്റെ വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. അതും ദേവസ്വം ജീവനക്കാരനായിട്ടുള്ള അമ്പലക്കള്ളൻ. ശബരിമല വിഷയമാണ്. സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് ചർച്ച വളരെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടത്തെ കാണിക്കയായിക്കോട്ടെ അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ സ്വർണം ഉൾപ്പെടെയുള്ളവയോട് ആർത്തി ആർക്കാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ കാണിക്ക കട്ടതിൻ്റെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ആ വാർത്തയെക്കുറിച്ച് അറിയണം. അതായത് കാണിക്ക വഞ്ചിയിലെ കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ 35,000 രൂപ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവിനെ പിടിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ ആരുടെ മണ്ഡലമാണ്? രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാവ്. സ്വാഭാവികമായിട്ടും ആരുടെ റൈറ്റ് ഹാൻഡ് ആയിരിക്കും? ചെന്നിത്തലയുടെ തന്നെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വ്യക്തി 35,000 രൂപ ഈ കാണിക്ക എണ്ണുന്നതിനിടയിൽ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് ലീഡർ ആണെങ്കിൽ ഈ കേരളത്തിൽ ആകമാനമുള്ള ഇടങ്ങളിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന ആരായിരിക്കും? എന്തായാലും ഒരു കാര്യം നിങ്ങൾക്കറിയാം, CPM-കാർ ഇടതുപക്ഷക്കാരെല്ലാം വലിയ വിശ്വാസികളല്ലാത്തതുകൊണ്ട് അവർ ഈ പണിക്കൊന്നും എന്തായാലും അവിടെ വരത്തില്ല. അപ്പോൾ ഇത് എണ്ണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ ഇത് മുക്കിക്കൊണ്ട് പോകാറുണ്ട് എന്നതിൻ്റെ തെളിവാണ് ശബരിമല ഇത്രയും വാർത്താ വിവാദം കത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേവസ്വം ജീവനക്കാരൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് കാണിക്ക അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് മുഖ്യം? അമ്പലങ്ങളിലെ ജീവനക്കാരാണെങ്കിൽ പോലും അവിടുത്തെ തുക ആദ്യമായിട്ടായിരിക്കില്ല, നേരത്തെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതേ രീതിയിൽ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് കൈയോടെ പിടിക്കപ്പെട്ടത്. ഒപ്പമുള്ളവർക്ക് സംശയം തോന്നി പോലീസിനെ അറിയിച്ചു പിടിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള രാകേഷ് കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാകേഷ് കൃഷ്ണ പ്രദേശത്തെ, അതായത് ഹരിപ്പാട് പ്രദേശത്തെ കോൺഗ്രസിന്റെ പ്രമുഖനാണ്, വലിയ ജനകീയനാണ്, വിശ്വാസിയായിട്ടുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ വലിയ സ്വീകാര്യനാണ്. അങ്ങനെ കണ്ടാൽ വലിയ സുമുഖനും അല്ലെങ്കിൽ വിനയാന്വിതനായിട്ടുള്ള വ്യക്തികളൊക്കെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ ക്ഷേത്രം കേന്ദ്രീകരിച്ച് വിശ്വാസവുമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അവർ ഈ ദേവന്റെ പണം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇവർ കപട വിശ്വാസികളാണോ അല്ലയോ? അതായത് അമ്പലത്തിനകത്ത് നിന്നിട്ട് വിശ്വാസിയാണെന്ന് ചമഞ്ഞുകൊണ്ട് അതിൻ്റെ മറ പിടിച്ച് അമ്പലങ്ങളിൽ വരുന്ന വരുമാനങ്ങൾ അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെയും സംഘപരിവാറുകാരുടെയും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്ത്രി പൂജാരിമാരുടെയൊക്കെ പ്രധാന ഹോബി എന്നാണ് ശബരിമലയ്ക്ക് പിന്നാലെ ഈ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ കൊള്ളയോടുകൂടി മനസ്സിലാകുന്നത്. ഇതെന്താണ് ബോധ്യപ്പെടുത്തുന്നത്? ഇടതുപക്ഷക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇവരൊന്നും വിശ്വാസികളല്ല എന്ന് പ്രചരിപ്പിക്കുന്നിടത്ത് അവർക്കപ്പോൾ ഈ പ്രവൃത്തി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, അവർ ചെയ്യത്തുമില്ല. പക്ഷേ വിശ്വാസികൾ ചമഞ്ഞ് നടക്കുന്നവർ എന്താണ് ക്ഷേത്രങ്ങൾക്കകത്ത് കയറിക്കൂടിയാൽ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നാണ് രാകേഷ് കൃഷ്ണ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനവും. ഒപ്പം തന്നെ ശബരിമലയിലെ BJP-യുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന തന്ത്രിയും കോൺഗ്രസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന പോറ്റിമാരെല്ലാം കൂടി ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇവർക്ക് ദേവസ്വം ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനങ്ങൾ, അവിടെ വരുന്ന കാണിക്കകൾ, ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു കോക്കസ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദേവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരുന്ന വിശ്വാസികൾക്ക് മാത്രമാണ് വിശ്വാസമുള്ളത്. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിലൊന്നും യാതൊരു ശക്തിയില്ല. ഇതിൻ്റെ മറ പിടിച്ചിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ വ്യാജത്തരങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുകയും ജനങ്ങളെ അതിൻ്റെ പേരിൽ ഭയപ്പെടുത്തി നിർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ പോക്കറ്റ് വീർക്കത്തുള്ളൂ. കാണിക്ക വരുന്ന പൈസ പോലും കാണിക്ക കൊടുക്കുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ആ ദൈവത്തിൻ്റെ പണം ഞാൻ എടുത്താൽ എന്നോട് ആര് കോപിക്കുമെന്ന് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള കോൺഗ്രസ് നേതാവിന് പേടി വേണം, അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരന് പേടി വേണം. ദൈവം, ആ ഇരിക്കുന്ന ദേവൻ എന്നോട് കോപിക്കുമെന്നുള്ള ഭയം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഭയമുണ്ടോ? ഈ പറയുന്ന വിഗ്രഹത്തിനകത്ത് ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇതുമായി അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല എന്ന് തെളിയുന്നില്ലേ? അപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് എത്രത്തോളം സാമ്പത്തികം ഉണ്ടാക്കാമെന്നുള്ള തട്ടിപ്പ് മാഫിയ സംഘമാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കകത്ത് നിറച്ചിരിക്കുന്ന ജീവനക്കാരും പോറ്റിമാരും പൂണൂൽ കള്ളന്മാരുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഹരിപ്പാട് നിന്ന് പുറത്തു വരുന്ന ഈ കൊള്ള എന്ന് പറയേണ്ടി വരികയാണ്.